രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 74-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതയുടെ പ്രകാശനം എന്ന പ്രമാണരേഖയിൽ ആത്മവിശദീകരണത്തിന് സഭയുടെ ആവശ്യകത എന്ന വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചാണ്. സഭ ദൈവജനമാണെന്നും അക്രൈസ്തവരും ദൈവജനമാണെന്നും ഒക്കെ പറയുമ്പോൾ ആത്മവിശദീകരണത്തിന് പിന്നെ സഭയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. എന്നാൽ സഭയുടെ ആവശ്യമുണ്ട്. സഭയ്ക്ക് ആത്മവിശദീകരണത്തിന് സംഭാവന ചെയ്യാനുണ്ട്. സഭയ്ക്ക് ആത്മവിശദീകരണത്തിനുള്ള അടയാളമാകാനായിട്ട് സാധിക്കും. സഭയ്ക്ക് ജനതകളുടെ ആത്മവിശദീകരണത്തിന് മധ്യസ്ഥയാകാനായിട്ട് സാധിക്കും. കുദാശയും മധ്യസ്ഥയും അടയാളവും മധ്യസ്ഥതയും എന്ന സങ്കല്പമാണ് സഭ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വയ്ക്കുന്നത് സഭ പരമ്പരാഗതമായി വിശ്വസിച്ച് പോന്നിരുന്ന ആ പാരമ്പര്യങ്ങളുടെയും വിശ്വാസ സമിതികളുടെയൊക്കെ വെളിച്ചത്തിലാണ്. സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് സഭ വിശ്വസിച്ച് പോന്നിരുന്നു. ആ രക്ഷയില്ല എന്ന് പറയുന്ന ആ സങ്കല്പത്തെ അക്രൈസ്തവ മതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് വിശദീകരിക്കാനായിട്ട് പോകും. അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രൈസ്തവരും ദൈവജനമാണെന്ന് പറയുമ്പോൾ അതിലൊക്കെ വൈരുദ്ധ്യതയില്ലേ എന്ന ചോദ്യമുണ്ടാകാം. ആ പശ്ചാത്തലത്തിൽ സഭ വിശദീകരണത്തിന് മാർഗദർശിയും മധ്യസ്ഥയും അടയാളവും ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് സഭ ഈ ലോകത്ത് ആവശ്യമാണെന്നും സഭയ്ക്ക് തനതായ ദൗത്യമുണ്ടെന്നും ഈ ദൗത്യം ജനതകൾക്ക് ആവശ്യമാണെന്നും ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് സഭ എല്ലാവരെയും വിശദീകരിക്കാനും നയിക്കാനും നന്മയിലേക്ക് ക്രിസ്തുവിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുന്നു എന്നുമുള്ള ഒരു സമീപന രീതിയാണ് സഭ ഇവിടെ ഉൾക്കൊള്ളുക. ഇപ്പോഴൊരു പക്ഷേ നമുക്ക് ചോദിക്കാം, സഭ ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ മതനാനാത്വ ദൈവശാസ്ത്രം, പ്ലൂറലിസ്റ്റിക് തിയോളജി ഓഫ് റിലിജിയൻസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര ശാഖ വളർന്നു വന്നിട്ടുണ്ട്. വിവിധ മതങ്ങളെ സംബന്ധിച്ച് ദൈവശാസ്ത്രം എല്ലാ മതങ്ങളും തുല്യമാണ്, ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചാൽ മതി, എല്ലാ മതത്തിലൂടെയൊക്കെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ചിന്തകൾ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ടാകാം. സഭ ഡോമിനോസ് യേസൂസ് എന്ന പ്രമാണരേഖ ഇറക്കിക്കൊണ്ട് സഭ രക്ഷയുടെ കുദാശയാണെന്നും സഭ രക്ഷയുടെ മധ്യസ്ഥയാണെന്നും സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ സഭയിലൂടെ എല്ലാവരെയും പ്രത്യക്ഷമായും പരോക്ഷമായും രക്ഷിക്കാനായിട്ടാണ് സഭ ശ്രമിക്കുന്നതെന്നും ക്രിസ്തു സഭയിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നും സഭയിലൂടെയാണ് ക്രിസ്തു രക്ഷ നൽകുന്നതെന്നും ഒക്കെയാണ് സഭയുടെ വിശ്വാസം. ക്രിസ്തുവിന് ഈ സഭയുടെ ഫ്രെയിമിന് പുറത്ത് ആരും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള പ്രഖ്യാപനമൊന്നുമല്ല ഇത്. എന്നിരുന്നാലും സഭയുടെ ഭാഗത്തു നിന്നും ക്രിസ്തുവിൻ്റെ ആ പാരമ്പര്യം പേറുന്നതുകൊണ്ട് ആ പാരമ്പര്യത്തിലൂടെ നീങ്ങുന്ന സഭയ്ക്ക്, ആ പാരമ്പര്യത്തിലൂടെ സഭയ്ക്ക് രക്ഷയുടെ കുദാശയും അടയാളവും മധ്യസ്ഥയുമാകുവാനും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാനും ക്രിസ്തുവിലൂടെ രക്ഷ നൽകാനും സാധിക്കുമെന്ന് സഭ വിശ്വസിക്കുന്നു. മതനാനോത്ത ദൈവശാസ്ത്രം അംഗീകരിച്ചുകൊണ്ടല്ല സഭ, എന്നാൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ദൈവരാജ്യ പ്രഘോഷണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഭ കുദാശയാണെന്നും രക്ഷയുടെ അടയാളമാണെന്നും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക.